നമസ്കാരം. കല്യാണ വൈദ്യുതിയുടെ പുതിയ വീട്ടിൽ എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ വീലർ 3 വർഷം പ്രായമുണ്ട്. ആളുടെ ആക്ടിവിറ്റി കാണിച്ചു തരാം. പക്ഷെ ആൾ ഇവരാരും കടിച്ചിട്ടില്ല. പക്ഷെ 3 വയസ്സിന് പ്രായത്തിന്റെ കളി കളിക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും കടിക്കാന്ന് ടെൻഡൻസി കാണാൻ നിൽക്കുന്നത്. ഇത്രയും ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ബോഡി. അപ്പൊ ഇതാണ് ഓണർ. നമുക്ക് ആളെ പരിചയപ്പെടാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യും. എന്താണ് സജിത്ത്. പേര്, അവന്റെ പ്രശ്നങ്ങൾ? വേറെ കുഴപ്പമൊന്നുമില്ല ചെക്കൻ, പക്ഷെ അഗ്രസീവ് ആണ് എല്ലാവരുടെ എല്ലാവരും. ഞങ്ങളുടെ കുഴപ്പമില്ല. പിന്നെ ആൾക്കാർ വരുമ്പോൾ മാത്രം സൗണ്ട് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് ആരും വന്നാലും ഇങ്ങനത്തെ സ്വഭാവം മാത്രം എപ്പോഴും ബിഹേവ് ചെയ്യുള്ളൂ. ആൾക്കാരില്ലെങ്കിൽ അയക്കുമ്പോ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ഞങ്ങൾ പുറത്തു പോകാം, ആൾക്കാരുണ്ടാകുമ്പോ പുറത്തു പോകാറുണ്ട്. അപ്പൊ ആൾക്കാർ നോക്കാറില്ല, അവ അവന്റെ കാര്യം നോക്കി പോകും. പക്ഷെ അതിന് പുറത്തു പോകണം എപ്പോഴും. ഈ കൂട്ടിൽ കിടന്നതിന്റെ പ്രശ്നം മാത്രം. ഈ കൂട്ടിലും പിന്നെ ഇവിടെ കെട്ടിയിടും എപ്പോഴും. അപ്പൊ ഇവിടെയും അതേ സ്വഭാവം തന്നെയാണ്. ആള് വരുമ്പോ അപ്പൊ കിടന്ന് തിരിയും. അല്ലേ? ആ സ്വഭാവം എപ്പോഴും ഉണ്ട്. മാസ്ക് ഇതുവരെ ഇട്ട് പരിചയിച്ചില്ല. അല്ല, അങ്ങനെ പോയിട്ടില്ല. അവ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ എങ്ങനെ അയച്ചുവിടാൻ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ തന്നെ. ഇങ്ങനത്തെ സമയങ്ങളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആളടുത്ത് ആൾക്കാരെ നോക്കാൻ വരികയാണെങ്കിൽ ഇതേപോലത്തെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്രയും ഇപ്പോഴും നല്ല അഗ്രഷൻ, ഇത്ര ഹൈപ്പർ ആയിക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 മാസം കാണാൻ ഇവന് കുറെ വർക്ക് ചെയ്യാനുണ്ട്. ഇവന് ഈ ടെൻഡൻസിന്റെ മാറ്റം കുറച്ച് നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. ഇതിന്റെ കുറേ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. പുറത്തിറങ്ങിയാലും ഇത് ശരിക്കും ആ ചെയിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ. ഇത് പൊട്ടും. അല്ല, അത് പൊട്ടിയതാണ്. അത് പൊട്ടിയിട്ട് വെൽഡ് അടിച്ച വെൽഡിങ് വില ഉള്ളു. വേറെ പോയി നല്ല ബ്രാസിന്റെ ചെയിൻ യൂസ് ചെയ്യാം. ബ്രാസ് ചെയിൻ ആണ് കുറച്ചുകൂടി, പക്ഷെ നല്ല ക്വാളിറ്റി എടുക്കണം. ആ ഷോപ്പിൽ കിട്ടുന്നത് തേർഡ് ക്വാളിറ്റി സാധനങ്ങളാണ്. അത് കട്ടിങ്സ് ഉണ്ടല്ലോ, അത് നിൽക്കില്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. നല്ല പ്ലെയിൻ ആയി നല്ല സാധനം കിട്ടും. അത് ശരിക്കും ഷോ ഗ്രൗണ്ടിലൊക്കെ ഉള്ളതാണ്. അത് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാൽ ലൈഫ് ലോങ് അത് മതി. പൊട്ടില്ല. കളർ ചെറിയ ഡിമാവെങ്കിൽ സാധനം പൊട്ടില്ല. ഇതുവരെ അത് യൂസ് ചെയ്തില്ല. ഇത് മാത്രം യൂസ് ചെയ്തില്ലേ. വലുതായപ്പോ പിന്നെ മേടിച്ചില്ല. അപ്പൊ ഇതിലിട്ടാ പുറത്തേക്ക് എടുക്കാം. ഇതിലിട്ടിട്ട് സുഖം. നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റില്ല. ഇത് ചെയ്യാൻ പൊട്ടിയത്. അപ്പൊ എപ്പോഴും സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഇത് ഇടുന്നോ കേട്ടോ. തൽക്കാലം ഇതൊന്ന് കഴിച്ചിട്ടോ. ഇത് കഴുത്തിലിട്ടോ. നിങ്ങൾ ബെൽറ്റ് ഇട്ടോ. കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ്. നിങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ കയറ്റണോ? വേണ്ടല്ലോ. ഇല്ല, വേണ്ട. ഇങ്ങനെ ഇടാനാണോ? ഇങ്ങനെ കഴുത്തിലേക്ക് ഇടാം. ബാക്കി മറ്റേ ചെയിൻ ഇല്ലേ, അത് വിടാം. ഇങ്ങനെ ഇറക്കുന്ന ഒരു വേണ്ടി ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് എങ്ങനെയാ കൂട്ടുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇറങ്ങി കൊടുക്കും. ഇങ്ങനെ നിർത്തി ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുത്തിക്കും. അത് ഇറക്കാൻ ഇറങ്ങി ഓടണ്ടാന്ന് ഇരുത്തിക്കും. പിന്നെ ഡോർ തുറന്നിട്ട് ഇങ്ങനെ തന്നെ വെക്കും. അപ്പൊ ഓടണ്ടാന്ന് പറഞ്ഞാൽ അവൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ പിടിച്ച് കൈ വെക്കുന്ന കണ്ടാ മനസ്സിലാവുന്ന അവിടേക്കായിരിക്കും. അപ്പൊ അവിടേക്ക് തന്നെ പോയിക്കോളും. പക്ഷെ വലിച്ചിട്ട് തന്നെ പോവുള്ളൂ. ആൾക്കാർ വന്നിട്ടുണ്ട് ആ സമയങ്ങളിലോ? ഇല്ല, അപ്പോഴെ ഞാൻ കറക്റ്റായി പിടിച്ചോളും. എന്തായാലും അവരിന് പിടിക്കാൻ തന്നെ പോകും. പക്ഷെ എന്നാലും അവൻ അവിടെ ഫുഡ് ഇട്ടിട്ടുണ്ടാവും. അവിടേക്ക് നെഗറ്റീവ് അവരുടെ മേലേക്കായിരിക്കും. പക്ഷെ ഞാൻ കൺവേർട്ട് അവിടേക്ക് ആക്കും. വേറെ വഴിയില്ല. ഫുഡ് തന്നെ എപ്പോഴും മെയിൻ കൊടുക്കുള്ളൂ. വേറെ വേണോ? ഇല്ല, വേണ്ട. ഞാൻ ഒന്ന് നോക്കിക്കോളാം. ചീസോ ആളെപ്പോഴും വീട് ആദ്യം മൈൻഡ് ചെയ്യില്ല, അത് ഉറപ്പാ. പക്ഷെ ആളെ മൈൻഡ് ചെയ്യില്ല. ആളുടെ കാര്യം നോക്കിക്കോളൂ. വണ്ടിയുടെ അടുത്ത് കയറുമോ? കാറ് കണ്ട വണ്ടി സുഖം കയറും അല്ലേ. പിന്നെ ഏത് വണ്ടി കണ്ടാലും പിന്നെ ചാടാൻ യൂറിൻ ചെയ്തല്ലേ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി നേരെ കൂട്ടിലേക്ക് കിട്ടാം. ഇത് വേണ്ട, പൊക്കിട്ടോ. ഇല്ലടാ. ഗുഡ് ബൈ. കാര്യം മനസ്സിലായി. ഇല്ല. He's a good boy. No. സീസോ കൈ രണ്ടാമത്തേക്ക് ഇട്ട്.
നോ. Good boy, Shasha. Good boy. 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 പേടിച്ചില്ല. എന്താ പറഞ്ഞേ, പേടിച്ചാ? ഇവന്റെ വാല് കട്ടായിനോ? ഇല്ല. ഒരു വാലിന്റെ അവിടെ ബെൻഡ് ഉണ്ടെന്നുള്ളത്. ബെൻഡല്ല, കട്ടായ പോലെ ലെങ്ത് പറഞ്ഞ പോലെ. ഇല്ല അല്ലേ? ഇല്ല, അത് ജസ്റ്റ് ഒരു ബെൻഡ്. അത് തരുമ്പോ തന്നെ എന്നെ ചെറുതായി ബെൻഡ് ആയിട്ടുണ്ട്. കുട്ടി അമ്മ ചവിട്ടിന്നുണ്ടോ പറഞ്ഞു. ഓഹോ, അങ്ങനെ പറഞ്ഞു. ഇന്നുള്ളൂ അല്ലേ? ഇതിനുള്ള സേഫ് ആണ്. ഇങ്ങനെ ട്രാവലിംഗ് സമയത്ത് ഫിസിക്കലി ഇഞ്ചുറി ഒന്നും പറ്റില്ല. ആള് ഫ്രീ ആയിരിക്കും. ഭക്ഷണം കൊടുക്കേണ്ട പറയുന്നത് വോമിറ്റ് ചെയ്യും. പിന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരും. അവിടെ പോയ ശേഷം കഴിക്കാൻ 2-3 ദിവസം എടുക്കും. ഇതാകുമ്പോൾ സേഫ് ആണ്. ഭക്ഷണം ഇല്ലെങ്കിലും അവിടെ എത്തിയാൽ ഫ്രീ ആയിരിക്കും. ഞങ്ങൾ മോർണിംഗ് തൊട്ട് എങ്ങനെ കൊടുക്കുക വെച്ചാൽ മോർണിംഗ് ഫുഡ് കൊടുക്കും 9 o'clock. അത് കഴിഞ്ഞാൽ ഈവനിങ് ആണെങ്കിൽ 7 മണിന്റെ ഉള്ളിൽ. പക്ഷെ ചൂട് കാരണം നല്ല ചൂടിന്റെ സമയത്ത് കൊടുക്കുന്നത് നല്ലത്. രാവിലെ വൈകുന്നേരം അല്ല എങ്ങനെ കൊടുക്കുള്ളൂ. ഉച്ചക്ക് എവിടെയും പോകുകയാണെങ്കിൽ വെച്ചാൽ അവിടെ കൊടുക്കാണ്ടിരിക്കണ്ട പറഞ്ഞിട്ട്. വെള്ളം കൂടി കമ്മിയാണ്, കുറവാണ്. അത് വെള്ളം താല്പര്യമില്ല, ഫുഡ് ഓൺലി. ഫുഡ് കഴിക്കും. ഫുഡ് നന്നായി കഴിക്കും. എത്ര വേണം കൊടുത്താലും അവൻ കഴിച്ചിട്ട് കുറച്ചേരം നിറക്കാൻ വേണ്ടി ബാക്കി അത് കുറച്ച് കമ്മി. ഇതിന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കമ്മിയായി. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയത്. സംഭവം ഈ സ്വഭാവം മാത്രമാണ് ഈ പ്രശ്നം അല്ലേ? ശരിയാക്കാം. സ്വഭാവം. പിന്നെ ലീസ് ഫീസ് നമ്മൾ ചെയ്യില്ലേ, അതൊന്ന് അത് റെഡിയാവും. അത് ആദ്യം ഈ ടെൻഡൻസി മാറണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം വേണം. പക്ഷെ നമുക്കൊരു ടൈം എടുക്കും, കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് റെഡി ആയ ശേഷം കൊച്ചു അങ്ങോട്ട് വാ, നമുക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അല്ല അതിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ.